നമ്മൾ ഓരോരുത്തരും ഇന്നല്ലെങ്കിൽ നാളെ ഈ പ്രകൃതിയിൽ നിന്ന്, ഈ പ്രപഞ്ചത്തിൽ നിന്ന് കടന്നു പോകാനുള്ളവരാണ്. നാം എന്തെല്ലാം സമ്പാദിച്ചാലും, നമ്മൾ എങ്ങനെയുള്ളവരായിരുന്നാലും, എങ്ങനെയെല്ലാം ഈ ശരീരത്തെ കാത്തു സൂക്ഷിച്ചാലും ഒരു നാൾ ഈ പ്രകൃതിയോടെ, ഈ മണ്ണിനോട് ചേരേണ്ട ശരീരമാണ് നമ്മളുടെ ഓരോരുത്തരുടെയും. എന്നാൽ ശരീരം നശിച്ചാലും, നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയാലും നഷ്ടപ്പെടാത്ത ഒന്ന് ദൈവം മനുഷ്യൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് നമ്മളെല്ലാം വിശ്വസിക്കുന്നു. അതാണ് മനുഷ്യൻ്റെ ആത്മാവ്. പുഴുവരിച്ച് എന്നേക്കുമായി നശിച്ചു പോകുന്ന ഈ ശരീരത്തിന് വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്തു കൂട്ടുന്നു. എന്നാൽ നമ്മളിൽ എത്ര പേര് നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നുണ്ട്? കടന്നുപോയത് പോട്ടെ, കഴിഞ്ഞു പോയത് പോട്ടെ, വരുവാനുള്ള വർഷങ്ങളിലേക്ക് നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പ്രയത്നിക്കാം. അതാണ് നമ്മുടെ ജീവിതത്തിൽ മുൻപുള്ള പ്രവാചകന്മാരും വിശുദ്ധന്മാരുമായിട്ടുള്ള ആളുകളെ നമുക്ക് മാതൃക കാണിച്ച് തന്നിട്ടുള്ളത്. നീ സർവ്വലോകവും നേടിയാലും നിൻ്റെ ആത്മാവ് നിനക്ക് നഷ്ടപ്പെട്ടാൽ എന്തു പ്രയോജനം? നാം ആരായിരിക്കുന്നു, എന്തായിരിക്കുന്നു, എങ്ങനെയായിരിക്കുന്നു, എവിടെയായിരിക്കുന്നു, എന്തുണ്ടായിരിക്കുന്നു എന്നതെല്ലാം ഈ പ്രപഞ്ചത്തിൽ അവസാനിക്കും. എന്നാൽ ആത്മാവ് നഷ്ടപ്പെടാതിരിക്കാൻ ആത്മരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പ്രയത്നിക്കാം, അതിനുവേണ്ടി പരിശ്രമിക്കാം. കാരണം നശിച്ചു പോകാത്ത ഒന്നേ ഉള്ളൂ ഈ പ്രപഞ്ചത്തിൽ, മനുഷ്യൻ്റെ ആത്മാവ്. സ്നേഹമുള്ളവരെ, കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ കഴിഞ്ഞതെല്ലാം പോട്ടെ, പുതിയ ഒരു വർഷത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മാവിന് വേണ്ടി, ആത്മരക്ഷയ്ക്ക് വേണ്ടി, ആത്മാവ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രയത്നിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.